ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂപ്പർ പായസം. അവിടെ ഇങ്ങനൊരു പായസം കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സുഖമായിട്ട് ആ ഹോട്ടലിനകത്തിരുന്ന് പായസം കുടിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അപ്പോ വക്കീലിന് നിർബന്ധം പുറത്ത് കാറ്റൊക്കെ കൊണ്ടുവന്ന് കുടിക്കണമെന്ന്. അവിടെ ആയിരുന്നെങ്കിൽ AC-യിൽ സുഖമായിട്ട് ഇരിക്കായിരുന്നു. ഇതിനൊരു സുഖമുണ്ട് സച്ചി. ഹോട്ടലിലെ ബഹളത്തിനിടയില് ഇത്രയും സന്തോഷം കിട്ടില്ല. പിന്നെ പായസത്തിന്റെ മധുരത്തെക്കാൾ സച്ചിയോടൊപ്പം ഇങ്ങനെ നിന്ന് പായസം കുടിക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ആ ഹോട്ടലിൽ കിട്ടില്ല. എന്റെ ജീവിതത്തിലും ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനൊരു സന്തോഷം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. എപ്പോഴും ഈ ചിരി ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. താങ്ക് യു സച്ചി. ഒരർത്ഥത്തില് ആ ഗുണ്ട വന്നത് നന്നായി. എന്താ? അല്ല, അതുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായി മാറിയത്. അതിന് ആ ഗുണ്ടയ്ക്ക് ഒരിക്കട്ടെ ഒരു നന്ദി. അപ്പോ വെറുതെ അല്ല അവന്റെ പേരിൽ കേസ് കൊടുക്കാത്തത്. സച്ചി, നമ്മുടെ ഓരോ നിമിഷവും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണെന്ന് ചിലപ്പോഴേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില നേരങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, എന്നിട്ട് എല്ലാം മാറ്റിമറിക്കും. സച്ചിയെ പോലെ. ഞാനോ? അത് വക്കീലിന് ശരിക്കും എന്നെ അറിയാത്തോണ്ട് തോന്നുന്നതാ. സച്ചി, ഞാനിപ്പോ സച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വക്കീലായിട്ടല്ല. എനിക്ക് ചുറ്റും കോടതി മുറികളുടെ ഔപചാരികതയും ഇല്ല. ഇവിടെ ഞാൻ വെറും ഒരു പെണ്ണ. സച്ചിയോടൊപ്പമുള്ള ഈ നിമിഷം ഇതുവരെ എന്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. റിയലി യു ആർ വെരി ലവബിൾ. ഈ കരുതലും സ്നേഹവും ശരിക്കും എന്നെ ടച്ച് ചെയ്തു. അമ്മോ, വക്കീല് നല്ല ഫോമിലാണല്ലോ. ഇതാണ് അവിടുത്തെ പായസത്തിന്റെ എഫക്റ്റ്. കുടിച്ചാലേ തലയ്ക്ക് മത്ത് പിടിക്കും. എന്നാ പിന്നെ നമുക്ക് പോയാലോ? സച്ചി പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. എനിവേ, താങ്ക് യു സച്ചി. നമുക്ക് പോവാം. കേൾക്കോ? പോ.